സ്പായിൽ കുറേ ഗുണ്ട കയറി വന്ന് ആക്രമണം നടത്തണമെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടുന്നത് എന്നുള്ളതാണ്. പോലീസും ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഈ സംഭവം ഉത്തരേന്ത്യയിലാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഒരു മെഴുകുതിരിയും ബാനറുമായി കുറേ ആളുകൾ ഇപ്പോൾ തെരുവിലിറങ്ങിയേനെ. പല ഇത്തരത്തിലുള്ള സ്പാകൾക്കും മസാജിങ് സെൻ്ററുകൾക്കുമൊക്കെ ഒരു കണ്ണടച്ചുള്ള ഒരു അനുമതി ഈ ഭരണ സ്ഥാപനങ്ങൾ തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാടിനെ ഒന്ന് അറിയാൻ കാണാനായി വരുന്ന ആളുകൾ പോലും ആക്രമണത്തിന് ഇരയാകുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വളരെ ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പോലീസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ ഗുണ്ടകൾക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഇനിയും കേരളത്തിൽ സംഭവിക്കുകയുള്ളൂ. നമസ്കാരം. നമ്മുടെ കേരളം ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? പ്രബുദ്ധമെന്നും സാംസ്കാരികമെന്നും നാം അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ഈ മണ്ണിൽ ഇന്ന് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഏറ്റവും ഒടുവിലായി പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ നിന്ന് നാം കേൾക്കുന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തയാണ്. ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. സുരക്ഷിതമല്ലാത്ത കേരളം, ആഭ്യന്തര വകുപ്പിന്റെ പരാജയമോ? തിരുവല്ലയിലാണ് ഉപജീവനത്തിനായി പോയ ഒരു സ്പാ ജീവനക്കാരിയെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കിയത്. അതങ്ങ് ഉത്തരേന്ത്യയിലല്ല, ഇങ്ങ് കേരളത്തിലാണ്. വലിയ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിൽ എന്താണ് നടക്കാത്തത്? സ്ത്രീകൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് അല്ലേ? ഇതിപ്പോൾ നമ്മളിത് സംസാരിക്കാനിടയായ സാഹചര്യം ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തിരുവല്ലയിലെ സ്പായിൽ ഒരു ജീവനക്കാരിയെ ഒരു കൂട്ടം ആളുകൾ വന്ന് ഗുണ്ടാപ്പിരിവിനായി വന്നതാണെന്നാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും ഒടുവിലായി പറയുന്നത്. അപ്പോൾ ഗുണ്ടാപ്പിരിവിനായി വന്നു. പിന്നെ ഈ യുവതി ഇത് പൈസ കൊടുക്കില്ല, ആ പിരിവ് കൊടുക്കാൻ 40 മുതൽ 50,000 രൂപയോളമാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇവരെ ഉപദ്രവിക്കുന്നു. പിന്നെ വലിച്ചിഴച്ച് കൊണ്ടുപോയി ഇപ്പുറത്ത് ക്രൂരമായ ബലാത്സംഗം നടത്തുകയാണ്. തിരുവല്ല പോലൊരു നഗരത്തിലാണ്, പകലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ആളുകൾ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സമയത്താണ് ഈ യുവതിക്ക് ഇത്തരത്തിലൊരു ദാരുണമായൊരു സംഭവം ഉണ്ടാകുന്നത്. തീർത്തും ആശങ്കാജനകമായൊരു സാഹചര്യമാണ് ഉള്ളത്. കാരണം നിരവധി സ്ത്രീകളാണ് ഈ മേഖലയിൽ നിന്ന് ഈ മേഖലയിലല്ല പല മേഖലകളിലായിട്ട് ജോലി ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായും നാളെ ഒരാൾ ജോലിക്ക് ഇറങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ആശങ്കയുണ്ടാകും. നമ്മൾ സുരക്ഷിതമാണോ എന്നുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ ജീവിക്കാൻ ഉണ്ടാകുന്നൊരു പ്രേരണയും അപ്പോൾ നമുക്ക് സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ളത് നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സുരക്ഷിതത്വമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് പോലീസുകാരുടെ ഒരു ഇടപെടൽ കൂടിയാണ്. നമ്മുടെ സമൂഹത്തിലെ ക്രമസമാധാന നില അത് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഒരുപാട് സംഭവങ്ങളാണ് ഈ സമീപകാലങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രധാന പ്രതി എന്ന് പറയുന്നത് കാപ്പ ചുമത്തപ്പെട്ട പ്രതിയാണ്. മരണ സുബിൻ എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ. അപ്പോൾ അത് കാപ്പ ചുമത്തപ്പെട്ട പ്രതി പിന്നീട് ജയിലിലൊക്കെ കിടന്ന് പിന്നീട് പുറത്തിറങ്ങിയിട്ടാണ് ഈ അവിടെ നഗരത്തിൽ വിഹരിക്കുകയാണ്. ഇത് ഈ ഒരു സ്പാ കേന്ദ്രീകരിച്ച് മാത്രമല്ല അവിടെ പല വാണിജ്യ സ്ഥാപനങ്ങളിലൊക്കെ ഇവർ ഈ പിരിവ് നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത് പോലീസ് അറിയാതെ ഇതൊക്കെ സംഭവിക്കുമോ? മായ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനൊരു കാര്യം പറയുകയാണെങ്കിൽ പോലീസും ഗുണ്ടകളും തമ്മിലുള്ളൊരു അവിശുദ്ധ കൂട്ടുകെട്ട് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഈ പൈസ വാങ്ങിച്ച് ഈ പോലീസുകാർ ഗുണ്ടകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന പ്രവണത തന്നെയാണ്. പട്ടാപ്പകൽ ഈ ഗുണ്ടകൾ ഒരു സ്ഥാപനത്തിലോട്ട് കയറി ചെന്ന് അത് ഗുണ്ട പിരിവോ കൊട്ടേഷനോ ആയിക്കോട്ടെ, എങ്ങനെയാണ് ഇങ്ങനെ കയറി ചെന്ന് ഒരു പെൺകുട്ടിയെ മൃഗീയമായി ആക്രമിക്കാൻ ധൈര്യം വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിനർത്ഥം നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയിൽ എവിടെയോ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വിദേശത്താണെങ്കിൽ ഇങ്ങനെ നടക്കുമോ? ഫെബ്രുവരി 1-ാം തീയതി നടന്നൊരു കേസാണ്. പക്ഷേ അത് പുറത്തു വരുന്നത് 4-5 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പോലീസിൻ്റെ അന്വേഷണത്തിലുണ്ടായ പാളിച്ച അല്ലെങ്കിൽ ഈ കുറ്റക്കാർക്കെതിരെ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ കേസ് പുറത്തു വന്ന് പിന്നെ ഈ പ്രതികളൊക്കെയും ഈ 7-ാം പ്രതി വരെയും അറസ്റ്റ് ചെയ്യുന്നത് എത്ര ദിവസം എടുത്തിട്ടാണ്? അപ്പോൾ അതിനർത്ഥം നമ്മുടെ പോലീസ് സംവിധാനം കേരളത്തിൽ വളരെ മോശം എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നമ്മൾ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. 2017 വാളയാർ കൊലക്കേസ് 2 ദളിത് പെൺകുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ആ കേസ് എവിടെ എത്തി നിൽക്കുന്നു? കൂടാതെ വണ്ടിപ്പെരിയാർ കേസിൽ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ആ DYFI പ്രതിയെ വെറുതെ വിട്ടത്? അവിടെയും ആ അന്വേഷണത്തിലുണ്ടായ ഒരു
ഈ പ്രതിക്ക് രക്ഷപ്പെടാനുണ്ടായ ഒരു പഴുതാണ്. രാഷ്ട്രീയക്കാർക്ക് പോലീസിലുള്ളൊരു സ്വാധീനമാണ് എപ്പോഴും പല കേസുകളും ഇല്ലാതായി പോകുന്നത്. ഈ സംഭവം ഉത്തരേന്ത്യയിലാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഒരു മെഴുകുതിരിയും ബാനറുമായി കുറേ ആളുകൾ ഇപ്പോൾ തെരുവിലിറങ്ങിയേനെ. പക്ഷേ ഇനി കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ട് ആരാണ് ഇത്രയും വലിയ പ്രതിഷേധം ഉണ്ടാക്കിയത്? അതേസമയം നമ്മുടെ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ആയിരുന്നെങ്കിൽ പ്രതിഷേധ കൂട്ടായ്മയും പ്രതിഷേധ ജ്വാലയുമായി ഇറങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടേനെ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതായത് കഴിഞ്ഞ 2 തവണ ഒരു പിണറായി സർക്കാരിൻ്റെ ഭരണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് സ്ത്രീകൾക്ക് ഇവിടെ ഈ കേരളത്തിൽ സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നൊരു സ്ഥിതിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയുന്നത് ഈ സ്പാ സെൻ്ററുകളിൽ നിന്ന് തന്നെ ഈ പോലീസിലേക്ക് മാസപ്പടി എത്തുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇതിൻ്റെ പിന്നാലെ ഉയരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വകുപ്പുതല അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്പാ കേസ് ഉണ്ടായതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ സ്പാകൾ കേന്ദ്രീകരിച്ചും പോലീസിൻ്റെ ഒരു പരിശോധന, തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മുടെ കൊച്ചിയിൽ ഏകദേശം 500ഓളം സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടാണെങ്കിൽ ഈ നഗരമധ്യത്തിൽ കോവളം അവിടെയൊക്കെ ആയിട്ടാണ് ഏകദേശം 200ലധികം സ്പാ സെൻറ്ററുകളാണ് ഉള്ളത്. സ്പാ മസാജിങ് സെൻറ്ററുകൾ, ക്രോസ് മസാജിങ് നമ്മളുടെ ഇവിടെ നിയമം അനുശാസിക്കുന്നില്ല, അത് അംഗീകരിക്കില്ല. അപ്പോൾ ഈ പല സ്പാകളും പ്രവർത്തിക്കുന്നത് ഈ നിയമവിരുദ്ധമായാണ്. ഈ സ്പായിലാണെങ്കിൽ ഡോക്ടർ വേണം, അംഗീകൃത മസാജർ വേണം, അങ്ങനെ പല നിബന്ധനകളും ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ എവിടെയും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്പാ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം വരെയുണ്ടായി. 2013 തന്നെ പോലീസിന് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സ്പാകൾ നിയമവിരുദ്ധമായാണ് പലതും പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ പരിശോധന കൊണ്ട് അത് അവസാനിപ്പിച്ചു. ഈ ഒരു സംഭവത്തിന് ശേഷം വീണ്ടും പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഈ എല്ലാ സ്പാകളെയും നമ്മൾ അടച്ചു പറയുന്നില്ല, ഭൂരിഭാഗം സ്പാകളും ഈ അനധികൃതമായിട്ട് അതിൻ്റെ മറവിൽ പല ആശാസ്യമല്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പലതും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നഗരസഭകളായിക്കോട്ടെ പഞ്ചായത്തുകളായിക്കോട്ടെ ഇതിൽ നിന്നുള്ളൊക്കെ ലൈസൻസ് ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. പല ഇത്തരത്തിലുള്ള സ്പാകൾക്കും മസാജിങ് സെൻറ്ററുകൾക്കുമൊക്കെ ഒരു കണ്ണടച്ചുള്ള ഒരു അനുമതി ഈ ഭരണ സ്ഥാപനങ്ങൾ തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പോലീസ് പല കേസുകളും അതുമായി ബന്ധപ്പെട്ട് മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ മാസപ്പടി കൃത്യമായി ഈ ഗുണ്ടകൾക്കും ഈ പോലീസുകാർക്കും പോകുന്ന സംഭവങ്ങൾ തന്നെ നിരവധി നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മറവിൽ നമ്മുടെ ഈ നല്ല രീതിയിൽ നടത്തുന്ന ഒരു സ്പാ മസാജിങ് സെൻറ്ററുകൾക്കൊക്കെയാണ് ഇതിൻ്റെ പേരിലൊരു ചീത്തപ്പേര്. അവരും സംശയത്തിൻ്റെ നിഴലിലാണ്. നമ്മുടെ ടൂറിസമൊക്കെ പ്രധാനമായും ഈ ലക്ഷ്യം വെക്കുന്നതും വിദേശികളൊക്കെ എത്തുന്നതുമൊക്കെ ഈ നല്ല രീതിയിൽ നടത്തുന്ന ഈ സ്പാകളും മസാജിങ് സെൻറ്ററുകൾ, ആയുർവേദ ചികിത്സയ്ക്കായി എത്തുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നല്ല രീതിയിൽ ബിസിനസ് നടത്തി പോകുന്ന സ്ഥാപനങ്ങളുമുണ്ട്. അതിൻ്റെ മറവിലാണ് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളുമായിട്ടുള്ള സ്പാ സെൻറ്ററുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. ആ സ്പാ സെൻറ്ററുകളിൽ ഇത്തരത്തിൽ ക്രൂരമായ ഒരു പീഡനം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് സിസ്റ്റത്തിൻ്റെ പോരായ്മ തന്നെയാണ്. ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒരു കണക്കുകളുണ്ട്. ഈ എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ക്രൈമിൻ്റെ കണക്ക് പ്രകാരം അതിൽ ഈ ക്രൈം റെക്കോർഡ്സ് കൂടുതലുള്ളത് ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രൈമുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതിലൊരു വിദഗ്ധർ പറയുന്നത് ഈ ഇവിടെ എല്ലാ ചെറിയ പെറ്റി സംഭവങ്ങൾ പോലും കേസുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറുന്നത് എന്നാണ്. പക്ഷേ അത് ഇത്തരത്തിൽ ഈ സ്പായിൽ സംഭവിച്ചിട്ടുള്ള ഒരു പീഡനമൊന്നും നമുക്കൊരു ഇത്തരത്തിലുള്ള ചെറിയ കേസായോ ഒന്നും കൂട്ടാൻ പറ്റില്ല. കേസുകൾ നമ്മൾ ഓരോ വർഷം കഴിയും തോറും ക്രമാതീതമായി ഉയരുകയാണ്. തീർച്ചയായും ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഒരു പുനർചിന്തനം നടത്തേണ്ടതായിട്ടുണ്ട്. ഇനി ജനങ്ങൾ എന്തായാലും പുനർചിന്തനം നടത്തിക്കോളും. കാരണം ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ജനങ്ങൾ അത് വിലയിരുത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിലേക്ക് വരുന്ന എത്ര വിദേശികളാണ് ആക്രമണത്തിന് ഇരയായിട്ടുള്ളത്? എത്ര പേരാണ് ബലാത്സംഗത്തിന് ഇരയായിട്ടുള്ളത്? നമ്മുടെ നാടിനെ ഒന്ന് അറിയാൻ കാണാനായി വരുന്ന ആളുകൾ പോലും ആക്രമണത്തിന് ഇരയാകുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വളരെ ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വലിയ സാംസ്കാരിക നാടാണ് കേരളം എന്ന് പറയുന്ന അത്രയും നല്ലൊരു മണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന എത്ര ആളുകളാണ് സുരക്ഷിതമായി തിരിച്ചു പോകുന്നത്? അതായത് ഈ നിയമത്തിൽ പഴുതുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ ഗുണ്ടകൾക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഇനിയും കേരളത്തിൽ സംഭവിക്കുകയുള്ളൂ. ഈ അവസാന സംഭവമാണ് തിരുവല്ലയിലെ ഈ ഒരു ബലാത്സംഗം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ മായ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അന്വേഷണങ്ങളും ഈ സ്പാ കേന്ദ്രങ്ങളിലൊക്കെയും ഈ റെയ്ഡുമൊക്കെയും നടക്കുന്നു.
ഇതിൻ്റെ ഒരു കെട്ടടങ്ങുമ്പോഴേക്കും ഇനിയൊന്നുമില്ല. ഇത് എപ്പോഴും കേരളത്തിൽ കാലാകാലങ്ങളായി കണ്ടുവരുന്നൊരു പ്രവണത തന്നെയാണ്. പിന്നെ മറ്റു കാര്യം പറയുകയാണെങ്കിൽ ഈ രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും ഈ പോലീസിന് മേൽ സ്വാധീനമുണ്ടാകും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെയേ ഈ പോലീസുകാർ പ്രവർത്തിക്കാവൂ എന്നൊരു ഒരു മട്ടും ഭാവവുമുണ്ട് കേരളത്തിൽ. ഈ പോലീസുകാർക്ക് ഈ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെയാണ്. എത്ര പോലീസുകാരാണ് ഈ പോലീസ് സേനയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത്? കാരണം ഒന്ന് സമ്മർദ്ദം താങ്ങാനാകാത്തത്, മറ്റൊന്ന് ഈ നീതിക്കൊപ്പം നിൽക്കാനാകാത്തത്. ഈ പോലീസ് നീതിക്കായി പ്രവർത്തിക്കുമ്പോൾ നീതിക്കെതിരെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ ഗുണ്ടകളാകട്ടെ രാഷ്ട്രീയക്കാരാകട്ടെ, അതിനെ മറികടന്ന് പോലീസിന് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒന്നുകിൽ ഇവർ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ചില ആളുകൾ ആ ജോലിയിൽ നിന്നും രാജിവെച്ച് പോകുന്നു. ഇതൊക്കെ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ മായ സൂചിപ്പിച്ചതുപോലെ കേരളം സുരക്ഷിതമല്ല. അതുപോലെ തന്നെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, ഈ ആഭ്യന്തര വകുപ്പ് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിക്ക് കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും ഒക്കെ തന്നെയാണ്. കുട്ടി നേതാക്കന്മാർ പോലും പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറി നമ്മൾ കാണുന്നതാണ്. ഈ പ്രതിയെ ബലമായി ചേർന്ന് ഇറക്കിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പോലീസിന് നേരെ കയർക്കുന്നു, പോലീസ് സ്റ്റേഷൻ കയറി ആക്രമിക്കുന്നു. ഇതൊന്നും നടക്കുന്നത് ഉത്തരേന്ത്യയിലല്ല, ഇന്ന് കേരളത്തിലാണ്. ഇതൊക്കെ ഉത്തരേന്ത്യയിൽ നടന്നാൽ മാത്രമേ ഈ പ്രബുദ്ധ നായകന്മാരും അതുപോലെ തന്നെ നമ്മൾ കണ്ടു വളർന്ന വലിയ വലിയ നായകന്മാരും ഒക്കെയും ഈ സർക്കാരിനെതിരെയും അല്ലെങ്കിൽ പോസ്റ്ററുകളും പ്രൊഫൈൽ പിക്കും ഒക്കെ മാറ്റി പ്രതിഷേധിക്കുന്നു. പക്ഷേ ഇങ്ങ് കേരളത്തിൽ നടന്നപ്പോൾ ആർക്കും ഒരു മിണ്ടാട്ടമില്ല. ആക്രമണത്തിന് ഇരയായ സമയത്ത് ആ യുവതി തന്നെ ഇതൊരു സംശയവും കുറച്ച് നിഗൂഢതയും ഒരു ദുരൂഹതയൊക്കെയുള്ള ഒരു കേസായിട്ടാണ് എനിക്ക് അത് തോന്നുന്നത്. ഈ യുവതി ആക്രമിക്കപ്പെടുമ്പോൾ തന്നെ അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതിൽ ഒരു യുവതി ഈ ഗുണ്ടകളോട് വളരെ സൗഹൃദപരമായി സംസാരിക്കുന്നു എന്ന് യുവതി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. ഇത് കൊട്ടേഷനാണെന്ന് ആരോപിച്ച് ആദ്യം ഉടമ രംഗത്തെത്തുന്നു. പിന്നീട് അയാൾ ഫോൺ വിളിച്ചാലൊന്നും, മാധ്യമപ്രവർത്തകർ ഫോൺ വിളിച്ചാലൊന്നും എടുക്കില്ല. പിന്നെ അയാൾ മൊഴി നൽകാനോ പരാതി നൽകാനോ ഒന്നും തയ്യാറായിട്ടില്ല. ഗുണ്ടാ പിരിവിനായി എത്തിയവർ സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇത് വെറുമൊരു ക്രിമിനൽ കേസ് മാത്രമല്ല, ക്രിമിനലുകൾക്ക് പോലീസിനെയോ നിയമത്തെയോ പേടിയില്ലാത്തൊരു സാഹചര്യം ഇവിടെ വളരുന്നു എന്നതിൻ്റെ കൂടെ ഒരു തെളിവാണിത്. ഉണർന്ന് പ്രവർത്തിച്ച് സമൂഹത്തിൻ്റെ ആശങ്ക അകറ്റേണ്ടത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് തന്നെയാണ്.